നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിൽ ഇമ്പോർട്ടഡ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി അടച്ച് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനുശേഷം അതുകൊണ്ട് ഉൽപ്പാദനം നടത്തി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബുദ്ധിമുട്ട് വരും. ഇമ്പോർട്ട് ചെയ്യുമ്പോഴേ ഡ്യൂട്ടി അടയ്ക്കേണ്ടതുണ്ട്. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി അടയ്ക്കാണ്ട് ഇമ്പോർട്ട് ചെയ്യുകയും അതുകൊണ്ട് ഉൽപ്പാദനം നടത്തി എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടി ഗവൺമെൻറ് ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം. ഈ സ്കീം പ്രകാരം നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ നിങ്ങൾക്ക് ഫിനിഷ് ഗുഡ്സിന് അഗേൻസ്റ്റ് ആയിട്ട് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്യാനും അത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ചെയ്യാനും അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ എക്സ്പോർട്ടിന് ഗവൺമെൻറ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഒബ്ലിഗേഷനാണ്. ഇതിനെ എക്സ്പോർട്ട് ഒബ്ലിഗേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിനൊരു പീരീഡും തന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾ ഈ അഡ്വാൻസ് ഓതറൈസേഷൻ എടുത്ത ശേഷം എക്സ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ട്. ആ വാലിഡിറ്റി പീരീഡിനുള്ളിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പം ഇവിടെ ഈ പർട്ടിക്കുലർ അഡ്വാൻസ് ഓതറൈസേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഷ്യോ ഉണ്ട്. അതിനെ വിളിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് നോംസ്. അതായത് നിങ്ങളൊരു ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഫിനിഷ് ഗുഡായിട്ട് 10,000 ബോട്ടിൽസ് ഓഫ് ഷാമ്പു എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്യാനുള്ള ബോട്ടിൽ, നല്ല ക്വാളിറ്റി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫിനിഷുള്ള ബോട്ടിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ 10,000 ബോട്ടിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡ്യൂട്ടി അടയ്ക്കുന്നില്ല. എന്നിട്ട് ഇതിനകത്ത് ഷാമ്പു ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം. അവിടെ ഒബ്ലിഗേഷനായിട്ട് 10,000 ബോട്ടിൽ ഓഫ് ഷാമ്പു ആണ് ഒബ്ലിഗേഷൻ. ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്തിരിക്കുന്നത് 10,000 കാലിയായിട്ടുള്ള empty ബോട്ടിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇത് ഒരു റേഷ്യോ ആണ്. ഇത് 10,000 ഫിനിഷ് ഗുഡ്സിന് 10,000 എന്നുള്ളൊരു റേഷ്യോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെഷീനാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. മെഷീൻ്റെ കേസിൽ അതിന് വേണ്ടുന്ന കമ്പോണൻറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. ആ കമ്പോണൻറ്റിന് ഒരു റേഷ്യോ ഉണ്ടാകും. ഇന്ന മെഷീൻ ഇത്ര എണ്ണം എന്നുള്ള റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ പ്രകാരം നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു അസംബിൾ ചെയ്ത് ഒരു മെഷീനറി ആക്കി എക്സ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കാർ. ഓട്ടോമൊബൈൽ കമ്പനികൾ ഇഷ്ടംപോലെ കാർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനും ഒരു റേഷ്യോ ഉണ്ട്. ഒരു കാറിന് ഒരു എൻജിൻ അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സ് അങ്ങനെയുള്ള റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് മിക്കവാറും എല്ലാ പ്രോഡക്റ്റുകൾക്ക് ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ആ റേഷ്യോ പ്രകാരം. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിനടുത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് ഓതറൈസേഷൻ കിട്ടിയാൽ മാത്രമാണ് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ പ്രോഡക്റ്റ് ഈ റേഷ്യോ, നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു യുണീക്ക് പ്രോഡക്റ്റാണ്, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, നിങ്ങളുടെ റേഷ്യോ ടോട്ടലി ഡിഫറൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ളൊരു കേസിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഒരു നോംസ് ആയിട്ട് നിങ്ങളുടെ റേഷ്യോ ഫിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റേഷ്യോ പ്രകാരം ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇത് പുതുതായിട്ട് എന്തെങ്കിലും ഫാക്ടറി ഇട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ, റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തി എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഡ്യൂട്ടി അടച്ചിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് വെച്ച് ഒരു ഉൽപ്പന്നം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീമിലേക്ക് പോകുന്നത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, സോ വിഷിംഗ് യു ഗ്രേറ്റ് സക്സസ്. താങ്ക് യു.